കണ്ണൂർ ചെറുപുഴയിൽ മകൾക്ക് നേരെ പിതാവിന്റെ ക്രൂരമർദ്ദനം. മകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടു. മകളെ മുടുക്കി പിടിക്കുകയും കൈപിടിച്ച് തിരിക്കാൻ ശ്രമിക്കുന്നതും നിലത്തേക്ക് വലിച്ചിട്ട് അരിവാളിന് വെട്ടാൻ ഓങ്ങുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. എന്തിനാ അമ്മ എടുത്തപ്പോ അമ്മയുടെ കൂടെ പോയി? അമ്മേനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? ഇല്ല. ആ അമ്മ ഇന്ന് വന്നോ? എന്തുകൊണ്ട് പറ. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു, ചോറ്റാ ചാറ്റാന്ന് പറഞ്ഞാക്കരുതെന്ന്. നിന്റെ അമ്മയെ വേണോ നിനക്ക്? എന്നെ വേണോ? എന്താ സംഭവം? നിന്നോട് ഞാൻ പറഞ്ഞു. തല്ലരുതെന്ന് കുഞ്ഞ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ വ്യക്തമായി തന്നെ കേൾക്കാം. മാമച്ചൻ എന്ന ജോസാണ് മകളെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത്. കണ്ണൂർ ചെറുപുഴ പ്രാപ്പയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മനസ്സാക്ഷിയെ നടക്കുന്ന ഈ സംഭവം ഉണ്ടായത്. മാമച്ചന്റെ 12 വയസ്സുകാരനായ മകൻ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ കുട്ടികളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ചെറുപുഴ പോലീസ് അറിയിച്ചു. അതേസമയം മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നാണ് പിതാവിന്റെ വിശദീകരണം. മാതാവ് കുറച്ചു കാലമായി വീട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടുകാരിൽ ചിലർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ രാത്രി ഇവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കുട്ടികൾ പിതാവിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയത്. അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു പ്രാങ്ക് വീഡിയോ എടുക്കുകയായിരുന്നു എന്നതാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ക്രൂരമർദ്ദനം പ്രാങ്ക് വീഡിയോ എന്ന മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷനും നിർദ്ദേശം നൽകി. ആദ്യഘട്ടത്തിൽ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്ന് വിശ്വസിച്ച് പോലീസ് കേസെടുത്തില്ല. ഇത് പോലീസിന്റെ ഗുരുതര വീഴ്ചയായി പോയെന്നുള്ള ആരോപണങ്ങളും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശക്തമാവുകയാണ്. സ്ഥലത്തെ ജനപ്രതിനിധിയടക്കം ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കണമെന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. എന്നാൽ ഇതൊരു പ്രാങ്ക് വീഡിയോ അല്ലെന്നുള്ളത് ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാകും. മാമച്ചൻ എന്ന ജോസാണ് ദൃശ്യങ്ങളിൽ മകളെ ക്രൂരമായി മർദ്ദിക്കുന്നത്. കാസർഗോഡ് ചുറ്റാരിക്കൽ സ്വദേശിയാണ് പിതാവ് ജോസ്. കണ്ണൂരിലെ ചെറുപുഴയിൽ വാടക വീടെടുത്ത് ഇവർ താമസിച്ചു വരികയാണ്. ഈ വീഡിയോ പ്രാങ്ക് അല്ലെന്നാണ് കുട്ടിയുടെ മറ്റു ബന്ധുക്കളും പ്രദേശത്തുള്ളവരും പറയുന്നത്. പോലീസ് മകളിൽ നിന്നും പൂർണ്ണമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഉടൻ തന്നെ പിതാവിനെതിരെ കേസെടുക്കും. എന്തായാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടില്ലാത്ത ഒരു അനാസ്ഥയാണ്, ഒരു ഗുരുതരമായ കൃത്യവിലോപമാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ടായെന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ ആ വീട്ടിൽ കാലങ്ങളായ പെൺകുട്ടി അനുഭവിച്ചു വരുന്നത് കൊടിയ ശാരീരിക പീഡനങ്ങളാകാം. അതെല്ലാം ഇനി വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. ജോസ് മകളെ ഉപദ്രവിച്ചെന്ന് ബന്ധുവും പറയുന്നുണ്ട്. കുഞ്ഞിനെ ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു. അമ്മയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കുട്ടി. എന്നാൽ കാണാൻ അമ്മയ്ക്ക് താല്പര്യമില്ല. വലിയ ക്രൂരതയാണ് പിതാവ് കാണിച്ചത്. ഇതൊന്നും തമാശയല്ലെന്നും കുട്ടിയുടെ ബന്ധു ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. ജോസ് മുമ്പും മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു ബന്ധുവും വെളിപ്പെടുത്തി. എന്തായാലും ജോസിനെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനൂഷ് പലിവാൾ IPS ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പിതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മകളെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും അരിവാളിന് വെട്ടാനോങ്ങുകയും ചെയ്യുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വിമർശനവും വ്യാപകമാണ്. കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷനും നിർദ്ദേശം നൽകി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കണ്ണൂരിലെ ചെറുപുഴയിൽ വാടക വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു ജോസ്. അതേസമയം മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നായിരുന്നു പിതാവിന്റെ വിശദീകരണം. ഇത് വിശ്വസിച്ചായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കൽ നടപടികൾ വൈകിച്ചത്. തല്ലരുതെന്ന് പലതവണ കുഞ്ഞ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കേൾക്കാം. 8 വയസ്സുകാരിയെ അച്ഛൻ മർദ്ദിക്കുന്ന ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി. കുട്ടിയുടെ അച്ഛനും അമ്മയും അകന്നു കഴിയുകയാണ്.
അമ്മയെ തിരിച്ചു വരാനായി അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനായി പ്രാങ്ക് വീഡിയോ എടുത്തെന്നായിരുന്നു കുട്ടികളുടെ മൊഴി. എന്നാൽ ഇത് അച്ഛന്റെ ഭീഷണിയെ തുടർന്ന് കുട്ടികൾ കളവ് പറഞ്ഞതാണെന്ന് പോലീസിന് ഇതിന് പിന്നാലെ ബോധ്യപ്പെട്ടു. നിലവിൽ അച്ഛന്റെ സഹോദരിയോടൊപ്പമാണ് 2 കുട്ടികളുമുള്ളത്. കൊച്ചിയിൽ 4 വയസ്സുകാരി പെൺകുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നതും കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ ആ കുഞ്ഞുമകളെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി പീഡിപ്പിച്ചിരുന്നു തുടങ്ങിയ വാർത്തകളെല്ലാം അങ്ങേയറ്റം മരവിപ്പോടെയാണ് നമ്മൾ കേട്ടത്. ആ മകളുടെ ചിതയുടെ ചൂട് ഒടുങ്ങും മുമ്പെയാണ് കേരളത്തിൽ നിന്ന് മറ്റൊരു മർദ്ദന ദൃശ്യം പുറത്തു വരുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ മലയാളികൾ അഹങ്കരിച്ചിരുന്ന കേരളം കൊച്ചുകുട്ടികൾക്ക് നരക തുല്യമായി മാറുകയാണ്. അതും അവർ ഏറെ സുരക്ഷിതരായി ഇരിക്കേണ്ട വീടുകളിൽ തന്നെ. അവരെ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ അവർക്ക് ഭീഷണിയാകുന്നുവെന്നതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. ശിക്ഷാ നടപടികൾ കടുപ്പിക്കുക എന്നത് മാത്രമാകും സമാനമായ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുള്ള ഏക പോംവഴി. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV. എന്തിനാ അമ്മ എടുത്തപ്പോ അമ്മയുടെ കൂടെ പോയി? അമ്മേനെ ഇട്ടോണ്ടല്ലേ അല്ലേ? ആ അമ്മ ഇന്ന് വന്നോ? എന്തുകൊണ്ട് പറ. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു ചോറ്റാന്ന് പറഞ്ഞാക്കായിരുന്നു. നിന്റെ അമ്മയെ വേണോ നിനക്ക് എന്നെ വേണോ? എന്താ സംഭവം? നിന്നോട് ഞാൻ പറഞ്ഞു.